പറയുന്നത് പോളിടെക്നിക് സ്റ്റുഡൻസിന് S6 ചെയ്യുന്ന ഇന്റേൺഷിപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പോളിടെക്നിക് സ്റ്റുഡൻസിന്റെ നിങ്ങളുടെ എന്താണ് ഈ ഒരു വെബ്സൈറ്റ് സിറ്റോന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാം അക്കാഡമിക്സിൽ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്ലോമയുടെ സിലബസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോഴ്സ് 3 ഇയർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ സെം ടൂവില് നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് 3 വീക്ക് ഇന്റേൺഷിപ്പ് ആണ്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് വരുന്നത് S4-ലാണ്. S4-ല് ഇന്റേൺഷിപ്പ് 2 അതെന്ന് പറയുന്നത് 4 വീക്സ് ഇന്റേൺഷിപ്പ് ആണ്. പിന്നെ ഇന്റേൺഷിപ്പ് വരുന്നത് എന്ന് പറയുന്നത് S6-ലാണ്. അപ്പൊ S6-ലെ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. അതായത് നിങ്ങൾ ആ ഒരു കമ്പനിയിൽ സെലക്ട് ആകുവാണെങ്കിൽ ഇന്റേൺഷിപ്പിന് ഇന്റേൺ ആയിട്ട് സെലക്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയായിരിക്കും നിങ്ങൾ അവിടെ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മിക്ക കമ്പനിയും 8,000 അതായത് 8,000 രൂപ മിനിമം അതായിരിക്കും നിങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 13.5 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ S6 എന്ന് പറയുന്ന സെമസ്റ്ററിൽ ടോട്ടൽ 21.5 ആണ് നിങ്ങളുടെ ക്രെഡിറ്റ്. അതില് 13.5 ക്രെഡിറ്റ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നു? ഇന്റേൺഷിപ്പിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ ഈ ഒരു ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം, ഇപ്പോ കോളേജിൽ പഠിക്കുന്ന തിയറിയെക്കാട്ടിലും നമ്മൾ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് അത് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ വേറൊരിടത്തൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫർദർ നിങ്ങളുടെ കരിയർ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ആക്കുന്നത്. അപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കമ്പനി പോയി റിയൽ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മിസ്സാക്കല്ല. അപ്പൊ നമുക്ക് S6 എന്ന് പറയുന്ന സെമസ്റ്റർ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. 2 രീതിയിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട്, അല്ലാതെന്ന് പറയുന്നത് നിങ്ങൾ നോർമൽ ആയിട്ട് ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾ S5 എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്? നിങ്ങളുടെ എല്ലാ പേപ്പേഴ്സും നിങ്ങൾ പരീക്ഷ എഴുതി അതിന്റെ ലാബും ചെയ്ത് മേജർ പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ ആ ഒരു S6 എന്ന് പറയുന്ന സെമസ്റ്റർ പാസ്സാകുന്നത്. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ ആണ് സ്റ്റുഡൻസിന് S6-ല് ഈ പോളിടെക്നിക്കില് ഉള്ളത്. 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് S6 കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നോർമൽ പാത്വേ ആണ് നമ്മളിപ്പോ സംസാരിച്ചത്. നോർമൽ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ പ്രീവിയസ് സെമസ്റ്റർ പാസ്സായത് ആ രീതിയിൽ അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, ആ സബ്ജക്റ്റുകളുടെ ലാബ് ഉണ്ട്, മേജർ പ്രൊജക്റ്റും കൂടെ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ആ സെമസ്റ്ററിൽ വേണ്ട 21.5 ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് പോളിടെക്നിക്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് S6-ൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് പാത്വേ ആണ്. അതായത് നമ്മളൊരു കമ്പനിയിൽ ഇന്റേൺ ആയിട്ട് കയറി, അതായത് നിങ്ങൾക്ക് കുറച്ച് കമ്പനീസ് ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് ആ ഇന്റേൺഷിപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇന്റേൺഷിപ്പ് വഴിയാണ് നിങ്ങൾ ആ S6 എന്ന് പറഞ്ഞ സെമസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യുന്നതിന് തന്നെ 13.5 ക്രെഡിറ്റ് കിട്ടും. പിന്നെ ബാക്കി നിങ്ങൾക്ക് ആകെ ഇത്രയും സബ്ജക്റ്റ് പഠിച്ചാൽ മതി. അപ്പൊ ആ സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് ആണ്, പിന്നെ വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ബാക്കി 2 കോഴ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോർ കോഴ്സ് ആണ്. അതായത് നിങ്ങൾ ഏത് കോഴ്സ് ആണോ പഠിക്കുന്നത്, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള ഒരു 2 പേപ്പർ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. പിന്നെ ഈ കോമൺ കോഴ്സും ഹ്യൂമാനിറ്റി ആൻഡ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സും നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ബാക്കി ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 13.5 ക്രെഡിറ്റ് കിട്ടി നിങ്ങൾക്ക് ആ സെമസ്റ്റർ വേഗം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ മേജർ പ്രൊജക്റ്റും ചെയ്യണ്ട. അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാത്ത ഒരാളെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട ഇത്രയും സബ്ജക്റ്റുകൾ പഠിക്കുകയും വേണം, അതിന്റെ കൂടെ മേജർ പ്രൊജക്റ്റും കൂടെ കംപ്ലീറ്റ് ആക്കുകയും വേണം. ഇന്റേൺഷിപ്പ് ചെയ്ത S6-ൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ്
ഇതുപോലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ടായിരിക്കണം ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ആ കമ്പനിയിൽ സെലക്ട് ആകുവാണെന്നുണ്ടെങ്കിൽ ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ കൺഫർമേഷൻ ഇമെയിലോ കിട്ടും. ഓഫർ ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു PDF വരും. അപ്പൊ അതോ അല്ലെങ്കിൽ ഇമെയിലിലായിരിക്കും നിങ്ങൾ യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത് കിട്ടിയ ഉടനെ നിങ്ങൾ ഇപ്പൊ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നിങ്ങളുടെ HOD, പ്രിൻസിപ്പൾ പോലുള്ളവരെ അറിയിക്കുക. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് കോർഡിനേറ്ററും പ്ലേസ്മെന്റ് ഓഫീസറിനെ അറിയിക്കുക. കാരണം അവര് വഴിയാണ് ഇത് നിങ്ങളുടെ HODയുടെ കയ്യിൽ ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഓരോ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു കമ്പനി ഒരു ദിവസമാണ് കാഷ്വൽ ലീവ് തരുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസം ലീവ് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ആ ഒരു മാസത്തില് ഇപ്പൊ ഒരു മാസത്തിൽ ഒരു കാഷ്വൽ ലീവ് ആണ് ഉള്ളതെന്നാണ് ആ ഇമെയിലിൽ പറയുന്നെങ്കിൽ ഒരു മാസത്തെ ഒരു ലീവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. ബാക്കി നിങ്ങൾ ലീവ് എടുക്കുവാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അറ്റൻഡൻസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ പറയുന്ന എന്താണോ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓരോ കമ്പനിക്കും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒരു 4 സബ്ജക്റ്റ്, അതായത് 2 സബ്ജക്റ്റുകളും 2 പ്രോഗ്രാം കോഴ്സുകളും ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇതിന്റെ ഇപ്പൊ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ 2 വീക്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ്സസ് ഉണ്ട്. അതായത് 2 വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ ക്ലാസ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ സെമസ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കമ്പനീസ് ഇന്റേൺഷിപ്പ് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ കമ്പനീസ് നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ കമ്പനീസ് നോക്കുവാണെങ്കിൽ ഇവിടെ കമ്പനീസിന്റെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ കമ്പനി ഏത് സിറ്റിയിലാണ്, എങ്ങനെയുള്ള കമ്പനിയാണ്, അതായത് പ്രൈവറ്റ് ആണോ, പാർട്ണർഷിപ്പ് കമ്പനി ആണോ, അതുപോലെ ഏത് ഡൊമൈനിലുള്ള ഒരു കമ്പനിയാണ്. ഇപ്പൊ ചിലപ്പോൾ ആ ഒരു കമ്പനി മെക്കാനിക്കൽ ബേസ്ഡ് കമ്പനി ആയിരിക്കും. ഇപ്പൊ നമ്മള് അതുപോലെ തന്നെ ആ കമ്പനിയിൽ എന്താണ് ചെയ്യുന്നത്, ആ കമ്പനിയിൽ പ്രൊഡക്റ്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതാണ് ടൈപ്പ് ഓഫ് ബിസിനസ് പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബ്രാഞ്ചസിന് അതിൽ അപ്ലൈ ചെയ്യാം. ട്രിപ്ലി, ME, AU എന്ന് പറഞ്ഞ 3 ബ്രാഞ്ചുകൾക്കാണ് ഈ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ മാക്സിമം ഇൻടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 100 പേര്. ഇൻടേക്ക് എന്ന് പറയുമ്പോൾ അവിടെ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റൈഫൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന, അവിടെ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസയാണ് സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റൈഫൻഡ് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ആ കമ്പനിയിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ക്രൈറ്റീരിയ ആണ് ഈ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടതെന്ന് അറിയാനാണ് ഈ മോർ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മോർ ഇൻഫർമേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ്, അതായത് ആ കമ്പനിയിൽ നിങ്ങളിപ്പോ അപ്ലൈ ചെയ്തപ്പോ എന്തിന്റെ എല്ലാം ബേസിലാണ് അവിടെ സെലക്ട് ആക്കുന്നത് എന്നുള്ളതാണ് ഈ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഏജ് കൊടുത്തിട്ടുണ്ട്, അക്കാഡമിക് റിക്വയർമെന്റ് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ്, പിന്നെ മെഡിക്കൽ ക്ലിയറൻസ് ഫ്രം ഫാക്ടറി. അതെന്ന് പറയുന്നത് നിങ്ങൾ ഇതെല്ലാം അപ്ലൈ ചെയ്തു, നിങ്ങളെ സെലക്ട് ആയി അവിടെ കമ്പനി ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഓഫീസർ കാണും. ആ മെഡിക്കൽ ഓഫീസർ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരും. അത്രയും കാര്യങ്ങളാണ് ഇവരുടെ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പനി ഇൻഫർമേഷനിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ കമ്പനീസ് എടുത്ത് നോക്കിയാലും നമുക്ക് വേറെ വേറെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ കമ്പനി എന്ന് പറയുമ്പോൾ കാക്കനാടുള്ള ഒരു കമ്പനിയാണ്. അതെന്ന് പറയുമ്പോൾ ഡൊമൈൻ ഏതാണ്, സിവിൽ. ഏത് ബ്രാഞ്ചിന് അപ്ലൈ ചെയ്യാം, സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്, CE ബ്രാഞ്ചിന് അപ്ലൈ ചെയ്യാം. അവിടെ മാക്സിമം ഇൻടേക്ക് എന്ന് പറയുന്നത് 3 ആണ്. അവിടുത്തെ സ്റ്റൈഫൻഡ് 8,000 rupees ആണ്. അപ്പൊ ഇതിന്റെ മോർ ഇൻഫർമേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, സെലക്ഷൻ ക്രൈറ്റീരിയ
ആ കമ്പനിയുടെ സെലക്ഷൻ ക്രൈറ്റീരിയ ഏതാണെന്ന് മനസ്സിലാക്കാം. ആ കമ്പനിയുടെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ബാക്ക്ലോഗ്സ് ഒന്നും പാടില്ല. അതായത് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സപ്ലി പാടില്ല. സെലക്ഷൻ ക്രൈറ്റീരിയയിൽ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, എക്സൽ വേണം, ഓട്ടോ ക്യാഡ്, BOQ കാൽക്കുലേഷൻ, ഇത്രയും കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ കമ്പനി എടുത്തു നോക്കുമ്പോഴും ഓരോ കമ്പനിയുടെ എന്താണ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ നമുക്കറിയാം ഒരു സ്റ്റുഡന്റിന് 3 കമ്പനി വരെ മാക്സിമം 3 കമ്പനി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പറയുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞു ഒരു സ്റ്റുഡന്റിന് എന്താണ് ഒന്നെങ്കിൽ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പാത്വേ ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾ S6 എന്ന് പറയുന്ന സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതി. അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് എങ്ങനെയാണോ എക്സാംസ് എഴുതുന്നത് ആ എക്സാംസ് എഴുതുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോ ആ എക്സാമിന്റെ ഇപ്പം നിങ്ങളിപ്പോ സപ്പോസ് ഇന്റേൺഷിപ്പിന് കയറി 2 വീക്കിനുള്ളിൽ ഉള്ളിലെ നിങ്ങൾക്ക് ഈ ഇന്റേൺഷിപ്പ് വേണ്ട എന്നുള്ളൊരു, അങ്ങനെ നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കണം. അഥവാ ചെയ്താലുള്ള ഒരു ഓപ്ഷൻ ആണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു ഒരു കമ്പനിയിൽ ഇന്റേൺ ആയിട്ട് കയറി, ആ ഇന്റേൺ ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വീക്സിനുള്ളിൽ തന്നെ മറ്റേതിലോട്ട് മാറാം. റെഗുലർ, അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് കോഴ്സ് എഴുതി പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് മാറാം. പക്ഷെ ആ 2 വീക്സിനുള്ളിലേ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോ ഒരു കമ്പനി 1 മാസത്തോളം വർക്ക് ചെയ്യുകയാണ്. 1 മാസം വർക്ക് ചെയ്തിട്ട് അതായത് നിങ്ങളുടെ ഒരു ടോട്ടൽ വർക്ക് ചെയ്യേണ്ട മാസം 4 കൂട്ടിക്കോ. ഈ 4 മാസം എന്നുള്ളതിൽ നിങ്ങൾ 1 മാസം പോയിട്ട് ഇത് വേണ്ട, ഇന്റേൺഷിപ്പ് വേണ്ട, എനിക്ക് റെഗുലർ ആയിട്ട് പഠിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും പോകും, നിങ്ങളുടെ ആ സെമസ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആകെ തരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 വീക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മാറാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാതിരിക്കണം, ചെയ്യല്ല. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇന്റേൺഷിപ്പിന് കയറുന്നവര് മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ഒരു കാര്യം കോളേജിൽ നിന്ന് പഠിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ യൂസ്ഫുൾ ആണ്. ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വർക്ക് എക്സ്പീരിയൻസിൽ അത് നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോ 2 പേര് ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ആ കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഇല്ല, വേറൊരാൾക്ക് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കുറച്ചും കൂടി സ്കിൽസ് കാണും. ആ സ്കിൽസിനായിരിക്കും അവർ മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ മാക്സിമം സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്തവര് എത്ര മാസമാണോ കമ്പനി പറയുന്നത്, ഇപ്പൊ ഓരോ ഇപ്പം പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ ലെറ്ററിൽ ഉണ്ടായിരിക്കും. ആ ഓഫർ ലെറ്ററിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ മാക്സിമം ആ ഒരു ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഇന്റേൺഷിപ്പിന്റെ നിങ്ങൾ അവിടെ പോകുന്ന വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും അറ്റൻഡൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ജോലി ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ പറഞ്ഞ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവിടെ കയറാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്ലേസ്മെന്റ് കോർഡിനേറ്ററും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഓഫീസറും ഒക്കെ ആയിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കയറാനായിട്ട്. ഞാൻ പറഞ്ഞു ഒരു ഓപ്പർച്യൂണിറ്റി പോയി കഴിഞ്ഞാൽ മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് വളരെ പാടാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്ലേസ്മെന്റ് ഓഫീസറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്.